ഡാനി. അപ്പം നമ്മുടെ വിജയുടെ ഗോഡ് മൂവിയുടെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. ഞാനും കണ്ടിട്ടില്ല. നമുക്കൊന്ന് കാണാം, ഒരുമിച്ച് തന്നെ കാണാം. എന്നാലേ ഒരു റിയാക്ട് ചെയ്യുമ്പോൾ ഒരു സുഖം കിട്ടത്തുള്ളൂ. ഓക്കെ, നമ്മുടെ വിജയണ്ണൻ, നമ്മുടെ വെങ്കട് പ്രഭു, സ്നേഹ, യുവൻ ശങ്കർ രാജയുടെ മ്യൂസിക് എല്ലാം നിരാശപ്പെട്ടി. പിന്നെ അവസാനത്ത് ഒരെണ്ണം ചെറുതായിട്ടൊന്ന് ഇഷ്ടപ്പെട്ടു. അത് കേട്ട് ഇഷ്ടപ്പെട്ടെന്നേ ഉള്ളൂ. അപ്പം നമുക്ക് എന്തായാലും ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം. സംഭവം എങ്ങനെ ഉണ്ടെന്ന് ആദ്യം ഒന്ന് കണ്ടു നോക്കാം. 2.52 സെക്കൻഡാ? ഇത്രയൊക്കെ വേണം ഒരു ട്രെയിലർ വിജയുടെ? പണ്ടൊക്കെ പുള്ളിയുടെ 1 മിനിറ്റൊക്കെ ഇറക്കി. ഓക്കെ, കത്തിയൊക്കെ 30 സെക്കൻഡ് 50 സെക്കൻഡ്. ട്രെയിലർ പിന്നെ കുറേയൊക്കെ പടത്തിലില്ല താനും. എന്തായാലും നമുക്കൊന്ന് പ്ലേ ചെയ്യാം. ഓക്കെ, പ്ലേ ചെയ്തു. Guys, this is a new assignment. உங்களை லீட் பண்ண போறது புது லீடர். 68 international successful പ്രശാന്തിന്റെ സൗണ്ട് ആണല്ലോ. hostage negotiator, field agent, spy. In short, അത് തന്നെ പ്രശാന്ത്. പുള്ളിയുടെ ഒരു തിരിച്ചു വരവാ. അടിപൊളി സെറ്റ്. குழந்தை நல்லா இருக்கு, ஒன்னும் டென்ஷன் ஆகாத. எனக்கு குழந்தை நினைச்சுதான் டென்ஷன் இல்ல, காந்தியை நினைச்சுதான் டென்ஷன். இப்பெல்லாம் அலோஃபா சுத்திட்டு இருக்காரு, வீட்டுக்கும் டைமுக்கு வர்றதில்ல. இனிமே சத்தியமா குடிக்கூடாதுடா. ஏதாவது பொண்ணோட தொடர்பு இருக்கும்னு கொஞ்சம் சந்தேகமா இருக்கு. சில்லி மூமெண்ட். விஷயம் காமெடி. പുള്ളിക്കാരനാണെങ്കിൽ പിന്നെ കോമഡി ആയിരിക്കും. വിജയ്, ജയറാം, പിന്നെ പ്രഭുദേവ. കൊള്ളാം, കുഴപ്പമില്ല. ഇതുവരെ കണ്ടതിൽ വെച്ച് നോക്കുമ്പോൾ അത്ര കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ബാക്കിയും കൂടെ കണ്ടു നോക്കാം. അതും ബാങ്കോക്ക് കുടുംബത്തോടെ പോവാണ്. അനുഭവിച്ച എന്താ പെയിന് ഗാന്ധിയും അനുഭവിക്കണം. ഇല്ലപ്പാ, യു ആർ ഇൻ ഡേഞ്ചർ. ആ ലുക്ക് പോരാൻ കേട്ടോ. இது வரைக்கும் நிறைய பேர் காந்தி வேஷம் போட்டு பார்த்துருக்கேன். ஆனால் ஃபார் த ஃபர்ஸ்ட் டைம் காந்தியே வேஷம் போட்டு பார்க்குறேன். சென்னையில் ஏதோ ஒரு இடத்துல பாம்பு வைக்க போகிறாங்க. பிரச்சனையை விட்டு நீங்க 2 பேரும் சண்டை போட்டுட்டு இருக்கீங்க. உன்னால முடியலன்னா சொல்லு, நான் போட்டேன். എന്റെ പൊന്നെ, ആ പഴയ വിജയ് എന്ന് കാണാൻ പറ്റി. അതായത് ഈ ഇടയ്ക്കൊരു ട്രോൾ ഉണ്ടായിരുന്നു. ഇപ്പം ഈ താടി മീശയൊക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഭയങ്കര എല്ലാവർക്കും നല്ല പണ്ടത്തെ വിജയുടെ ആയിരിക്കും ഇച്ചിരി കൂടെ ബെറ്റർ എന്ന് വെച്ചാൽ. അതുപോലെ ഏത് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ഈ പടത്തിൽ. അപ്പോൾ അതായിരിക്കും ഇച്ചിരി കൂടെ ബെറ്റർ എന്ന് പറഞ്ഞതാണ്. ഇപ്പം അത് തന്നെ എടുത്ത് കാണിച്ചിട്ടുമുണ്ട്. കൊള്ളാം, സെറ്റ്. வயசாயிடுச்சு, ஸ்குவாடை விட்டு போய் பல வருஷம் ஆச்சு. எப்படின்னு யோசிக்கிறீங்களா? எவ்வளோ வயசான என்னையா? A lion is always a lion. You think you can stop me? You think you can stop me? No one can stop me. ഇംഗ്ലീഷ് കേട്ടിട്ട് എനിക്കില്ല ബാലയെ ഓർമ്മ വരുന്നുണ്ടല്ലോ. അതൊക്കെ വേണോ വിജയണ്ണന്റെ ഈ ഒരു പടത്തില്? மருதமலை மாமணியா, தேவனின் குலம் காக்கும் வேலையா ஹையா. അതുമല്ല, അവസാനം മീറ്റിംഗും കൂടെ കയറ്റി വെച്ചിട്ടുണ്ട്. കൊള്ളാം, ട്രെയിലർ കണ്ടിട്ട് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. അതിനകത്ത് ആ പണ്ടത്തെ വിജയ് കാണിച്ചിട്ടുണ്ട്, അത് ഇച്ചിരി കൂടെ നല്ല സൂപ്പറായിട്ടുണ്ട്. പിന്നെ ആ ഇംഗ്ലീഷൊക്കെ കേട്ടിട്ടില്ല, വല്ലയ്യ മോഡലൊക്കെ തോന്നുന്നു. പിന്നെ എന്തായാലും വെങ്കട് പ്രഭു പണി അറിയുന്ന ഒരു മനുഷ്യനാണ്. അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. നമ്മുടെ ചിമ്പുവിൻ്റെ മാനാട് കാണുമ്പോൾ അറിയാൻ പറ്റും നിങ്ങൾക്ക്. അത് നല്ല അടിപൊളിയായിട്ട് ടൈം ട്രാവലർ അടിപൊളി മൂവിയാണത്. ഇപ്പം അതെടുത്ത് വെച്ചിരിക്കുന്ന മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ കഴിവും കാര്യങ്ങളും എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ. വേറെ ലെവലാണ്. പിന്നെ യുവൻ ശങ്കർ രാജയുടെ മ്യൂസിക് എൻ്റെ ലൈഫിൽ എത്രയും ബോറായിട്ട് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്.
പിന്നെ ലാസ്റ്റ് പാട്ട് പിന്നെയും കുഴപ്പമില്ല, എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രശാന്തിൻ്റെ തിരിച്ചുവരവ് അതെന്തായാലും തമിഴ്നാട്ടുകാർ ആഘോഷിക്കും. പിന്നെ അതുപോലെ തന്നെ ഒരു വിജയകാന്ത് അദ്ദേഹം ഉണ്ട് ഈ പടത്തിൽ. അദ്ദേഹം മരിച്ചു പോയിട്ട് ഇപ്പോൾ 2 വർഷമാണെന്ന് തോന്നുന്നു, 2 ആണോ 1 ആണോ അറിയത്തില്ല. അദ്ദേഹത്തിനെ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട് അവർ. എന്തായാലും പടം സെപ്റ്റംബർ 5 എന്തായാലും ഞാൻ പോയി കാണും. കട്ട വിജയ ഫാനാണ്, എന്തായാലും ഞാൻ പോകും. അണ്ണൻ്റെ പടം എന്തൊക്കെ വന്നാലും. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൊള്ളത്തില്ലെങ്കിൽ പോലും പടം ഒരു 300 കോടി എന്തായാലും മസ്റ്റായിട്ട് കയറും. എന്താ പോസിറ്റീവ് റിപ്പോർട്ടാണെങ്കിൽ ഒരു 600-650 കോടി തൂക്കിയിരിക്കും, അത് ഉറപ്പാണ്. പിന്നെ വിജയണ്ണൻ്റെ ഇനി ഒരു പടവും കൂടെ കാണാനേ ഉള്ളൂ ചാൻസ്. പിന്നെ പൊളിറ്റിക്സും കാര്യങ്ങളുമായിട്ടൊക്കെ അദ്ദേഹം പോവാണ്. അപ്പം തമിഴ്നാട് ഫുള്ള് ഒരു ദിവസം ഫസ്റ്റ് ഡേ തന്നെ എല്ലാ തിയേറ്ററിലും 5-6 ഷോയൊക്കെ വെച്ചാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് കണ്ടറിയാം. ലവ് യു ഓൾ. ബൈ. ലൈക്കും ഷെയറും സബും ചെയ്യുക.